ഗുരു ഒരു സ്ഥലത്തിരുന്ന് എഴുതി നമുക്ക് തന്നതല്ല ഈ 64ഓളം കൃതികൾ. പല സന്ദർഭങ്ങളിൽ പല ഭാഗത്തിരുന്നിട്ട് ഗുരുവിൻ്റെ ആ തിരുവുള്ളത്തിൽ നിന്നും ഊറി വന്ന കാവ്യ തല്ലജങ്ങളാണ് ഗുരുവിൻ്റെ ഓരോ കൃതികളും നമ്മളുടെ കൈകളിൽ ഇന്ന് കിട്ടിയിരിക്കുന്ന അമൃത വല്ലരികൾ. അതായത് ചെമ്പഴന്തി വൽവാരം വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും പുത്രനായി സർവോത്കൃഷ്ടമായി ചതയം നാളിൽ പൂജാതനായ നാരായണൻ നൈന്ദ്രികവും കഠിനവും അന്നപരാധികളെ വിസ്മരിച്ചുകൊണ്ടും ഗുരുവെന്ന പരമപദത്തിലെത്തി. ആ സത്യത്തെ ഉപനിഷത് സൂക്തികളിലൂടെയും ഗുരുവിന്റെ ആത്മകഥാകഥനം എന്ന് പറയാവുന്ന ആത്മാനന്ദ അനുഭവമായ അമൃത വല്ലരികളിലൂടെയും നമ്മൾക്ക് പകർന്നു തരികയായിരുന്നു. ആ അമൃത വല്ലരികൾ മഹാഗുരു ഓരോ സന്ദർഭങ്ങളിൽ ആ തിരുവുള്ളത്തിൽ നിന്നും ഊറി വന്ന കാവ്യതല്ലജങ്ങൾ തൻ്റെ സഹീർത്തന്മാരും ശിഷ്യന്മാരും ഒക്കെ എഴുതിയെടുത്തിരുന്നു. ഇതെല്ലാം ഒരു ബുക്കിൽ, ഒരു നോട്ട് ബുക്കിൽ അതെല്ലാം ക്രോഡീകരിച്ച് ഒന്നിച്ചാക്കിയതാണ് ഈ ജോൺ ധർമ്മതീർത്ഥർ സ്വാമികൾ. ജോൺ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ ഒരുപക്ഷെ ചിന്തിക്കും മതം മാറിപ്പോയ സന്യാസി വരിയെന്ന്. ഈ സന്യാസി വരിയനെ നമ്മൾ പഠിക്കേണ്ടതാണ്. മഹാഗുരുവിൻ്റെ ഈ ഏകലോക ദർശനമൊക്കെ ഇന്ന് ലോകമെമ്പാടും ഗുരുവിൻ്റെ ദർശനം പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പ്രയത്നിച്ച ഒരു ഗുരുദേവ ശിഷ്യനാണ് ഈ ജോൺ ധർമ്മതീർത്ഥർ സ്വാമികൾ. തനിക്ക് വലിയ ഒരു ജോലിയുമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഉയർന്ന സാമ്പത്തികമൊക്കെയുള്ള ഒരു യാഥാസ്ഥിക നായർ തറവാട്ടിലെ പി പരമേശ്വര മേനോൻ എന്നറിയപ്പെടുന്ന ഒരു യുവാവായിരുന്നു. അദ്ദേഹം ഉയർന്ന ജോലി കിട്ടി, അതായത് ഹൈക്കോടതി ജഡ്ജിയായിട്ടൊക്കെ ജോലി കിട്ടി. അദ്ദേഹം ആ ജോലിയിലൊന്നും തുടർന്നു പോകാതെ ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ താല്പര്യം, കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിനുമൊക്കെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമായുണ്ട്. അദ്ദേഹവും തൃശ്ശൂരൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമ്മളുടെ മഹാഗുരുവിൻ്റെ അനന്തരഗാമിയായി അഭിഷേകം ചെയ്ത ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ ഇനി വിഗ്രഹ പ്രതിഷ്ഠ പാടില്ല, ജാതി എന്ന് പറയുന്ന സമ്പ്രദായം വേണ്ട എന്നൊക്കെ ശക്തമായി എതിർത്തിരുന്ന ബോധാനന്ദ സ്വാമികൾ ഗുരുവിനെ കുറിച്ച്, ഗുരുവിന്റെ ദർശനത്തെ കുറിച്ച് വലിയ കാഹളം മുഴക്കിക്കൊണ്ട് തൃശ്ശൂരിലൊക്കെ പ്രകമ്പരം കൊള്ളിച്ചുകൊണ്ട് പ്രസംഗങ്ങൾ നടത്തുന്നത് കാണുവാനിടയായി ജോൺ ധർമ്മതീർത്ഥ സ്വാമികൾ. ബോധാനന്ദ സ്വാമികളെ കുറിച്ചൊന്നും നിങ്ങളോട് കൂടുതൽ പറയേണ്ട കാര്യമില്ല. മഹാഗുരുവിന്റെ അനന്തരഗാമി, അതായത് തൻ്റെ 17ാമത്തെ വയസ്സിൽ വേലായുധൻ എന്ന ആ കുട്ടി ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിച്ചു. 17 വയസ്സുള്ള കുട്ടി എന്തിനാണ് ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിച്ചത് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തിനാണ് ഈ 17 വയസ്സുള്ള കുട്ടി ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിച്ചത്? അതായത് മഹാവി കുമാരനാശാൻ ദുരോസ്തിയിൽ പാടി വെച്ചിട്ടുണ്ട്, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോർ ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. അങ്ങനെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, അതായത് താഴ്ന്ന ജാതിയാണെന്നുള്ള പേരിൽ നമ്മളെ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്നു. അങ്ങനെ ആ കുട്ടിക്കും തൻ്റെ ചെറുപ്പകാലത്ത് തൻ്റെ തൻ്റെ അമ്മയുടെയും ചെറിയച്ഛൻ്റെയും ഒക്കെ കൂടി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല. പക്ഷേ കുട്ടിയോട് പറഞ്ഞു ഇതെന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു, നമ്മളൊക്കെ ഭ്രഷ്ട് കൽപ്പിച്ചവരാണ്, ജാതിയിൽ താഴ്ന്നവരാണ്, നമ്മൾക്ക് ക്ഷേത്രത്തിൽ കയറുവാൻ സാധിക്കില്ല എന്ന്. പക്ഷേ കൊച്ചുകുട്ടിക്കുണ്ടോ മനസ്സിലാകുന്നു ക്ഷേത്രത്തിൽ കയറുവാൻ സാധിക്കാത്തത് എന്താണെന്നൊന്നും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. കുട്ടി എന്ത് ചെയ്തു? അമ്മയുടെയും ചെറിയച്ഛൻ്റെയും ഒക്കെ കണ്ണ് വെട്ടിച്ച് ക്ഷേത്രത്തിനകത്ത് കയറി. പക്ഷേ ക്ഷേത്രത്തിനകത്ത് കയറുന്നത് ഈ ജാതി കോമരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെന്ത് ചെയ്തു? ഉറഞ്ഞു തുള്ളുകയാണ്. അതായത് കുട്ടി ക്ഷേത്രത്തിനകത്ത് കയറിയപ്പം ക്ഷേത്രം അശുദ്ധമായി. ഇനി എന്താണ് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പുറകെ ഓടിച്ചെല്ലുകയാണ്. ഈ ചെറോണമ്മയുടെ ഇക്കോരന്റെയും പുത്രനായി ഈഴവൻപറമ്പ് തറവാട്ടിൽ ജനിച്ച ഈ വേലായുധൻ എന്ന കുട്ടി പേടിച്ച് കരഞ്ഞുകൊണ്ട് തൻ്റെ അമ്മ കെട്ടിപ്പിടിച്ചു, അതായത് പ്രഹരിച്ചു, ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് ഓടി. അവിടെ ചെന്നപ്പോൾ ഇക്കോരൻ വെളിയിലിറങ്ങി നിൽക്കുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ കുട്ടി എൻ്റെ കണ്ണ് വെട്ടിച്ച് ക്ഷേത്രത്തിനകത്ത് കയറി, അതുകൊണ്ട് ജാതി കോമരങ്ങളെല്ലാം നമ്മളുടെ പുറകെ വരുന്നുണ്ട്, നമ്മളുടെ കുട്ടിയെ അവർ ഉപദ്രവിക്കും, കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇവരെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇക്കോരൻ ഒരു നല്ലൊരു സാമ്പത്തികമൊക്കെയുള്ള കുടുംബത്തിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കൊണ്ടൊക്കെയാണ് ഈ സവർണർ എന്ന പേര് മാത്രമേ ഉള്ളൂ. ഇവര് സാമ്പത്തികമായിട്ട് പുറകോട്ടായതുകൊണ്ട് ഇക്കോരന്റെ ചിലവിലാണ് മിക്കവരും കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇക്കോരൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും എൻ്റെ കുട്ടി ചെയ്ത അപരാധത്തിന് വേണ്ടി ചെയ്തു കൊള്ളാം, അതുകൊണ്ട് നിങ്ങൾ ഇവനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. എത്ര രൂപ വേണമെങ്കിലും സംഭാവന ചെയ്തോളാം. പക്ഷെ ഇക്കോരന്റെ ആ വിനയത്തോടെയുള്ള സംസാരവും അതുപോലെ തന്നെ ഇക്കോരന്റെ ചെലവിൽ കഴിയുന്ന കുറെ സവർണരും ഉണ്ടായിരുന്നത് കൊണ്ട് ഇക്കോരൻ പറഞ്ഞത് കേട്ട് ഇവര് തിരിച്ചു പോവുക. പക്ഷേ വേലായുധൻ എന്ന ഈ കുട്ടിക്ക് തൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയായി. തൻ്റെ അച്ഛൻ ജാതിയുടെ പേരിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വന്നു. അന്നു മുതൽ ഒരു തീരുമാനമെടുത്തു, ഇനിയും ക്ഷേത്ര പ്രതിഷ്ഠ വേണ്ട, ഞാൻ ഇനി ഒരിക്കലും ക്ഷേത്രത്തിൽ പോകില്ല. ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായത്, ജാതിയുടെ പേരിലല്ലേ. അപ്പോൾ ഈ കുട്ടിയുടെ
അന്തർമുഖത അവന്റെ സഹജ സ്വഭാവമായിരുന്നു. പിന്നീട് അദ്ദേഹം എപ്പോഴും ധ്യാനത്തിലൊക്കെ ഇരിക്കുക. പക്ഷെ ഇതൊക്കെ കണ്ട് ഇക്കോരനും ചെറോണമയ്ക്കും വലിയ സങ്കടമായി. അവരൊരു തീരുമാനമെടുത്തു, അവന്റെ ജ്യേഷ്ഠന്റെ വിവാഹത്തോടൊപ്പം അവന്റെ വിവാഹവും നടത്തണം. അങ്ങനെ അവന്റെ വിവാഹവും നടത്താൻ തീരുമാനിച്ചത് അവൻ അറിയാതെ അവന്റെ ജ്യേഷ്ഠന്റെ വിവാഹത്തിന്റെ അന്നാണ് അവനോട് പറയുന്നത്. വേലായുധൻ ഒത്തിരി എതിർത്തു. ഇനി എനിക്ക് വിവാഹം വേണ്ട. അവന്റെ ചെറിയച്ഛനോട് ചെന്ന് പരാതിയൊക്കെ പറഞ്ഞു. പക്ഷെ ചെറിയച്ഛൻ പറഞ്ഞു, നിന്റെ അച്ഛനും അമ്മയും പറയുന്നത്, മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കണം, നീ വിവാഹം ചെയ്യണം. അവന്റെ ചെറിയച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി വേലായുധൻ വിവാഹം കഴിച്ചു. പക്ഷെ വിവാഹം കഴിച്ചെങ്കിലും അദ്ദേഹം കുറച്ചു നാളെ കൂടെ താമസിച്ചു. 2 കുട്ടികളൊക്കെ ആയിട്ടും പിന്നെയും അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഈ ജാതി ഇല്ലായ്മ ചെയ്യണം, അതുപോലെ വിഗ്രഹ പ്രതിഷ്ഠയൊക്കെ പാടില്ല, ഒരു സന്യാസിയാകണം എന്ന ആഗ്രഹമായിരുന്നു മനസ്സിൽ. അങ്ങനെ അദ്ദേഹം വീട് വിട്ടിറങ്ങിയാണ്. എന്തിന്റെ പേരിലാണ് 17-ാം വയസ്സിൽ വീട് വിട്ടു പോകുന്നത്? ജാതിയുടെ പേരിൽ താൻ അനുഭവിച്ച യാതന. തനിക്ക് നല്ല സാമ്പത്തികമൊക്കെ ഉണ്ടായിട്ടും ഇവിടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം വീട് വിട്ടിറങ്ങി ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിച്ചു. ധാരാളം സന്യാസി വര്യന്മാരെയൊക്കെ സമ്പാദിച്ച് ധർമ്മപട സംഘമൊക്കെ രൂപീകരിച്ച് തിരിച്ചു വന്ന് ഇവിടെ മലബാറിലും ഒക്കെ സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് നേടിത്തന്നു. അങ്ങനെ തലശ്ശേരിയിലുമൊക്കെ, അതായത് കവലകളിലൊക്കെ ചെന്ന് നിന്ന് ബോധാനന്ദ സ്വാമികളും അദ്ദേഹത്തിന്റെ ധർമ്മപട സംഘത്തിലുള്ള ആൾക്കാരും ഒക്കെ ചേർന്ന് വലിയ പ്രസംഗങ്ങൾ നടത്തുകയാണ്. ഇനി ക്ഷേത്രപ്രതിഷ്ഠ വേണ്ട, ജാതിയുടെ പേരിൽ ഇനി ഇവിടെ ഒരു ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ മഹാഗുരു പ്രതിഷ്ഠ നടത്തുവാൻ വരികയാണ്. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് ഇവർ തലശ്ശേരിയിലും ചെല്ലുകയാണ്. അപ്പോൾ ഇവർ കവലയിൽ പ്രസംഗം നടത്താൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് മൂർക്കോത്ത് കുമാരൻ ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ, അതായത് മഹാഗുരുവിനെ അവിടെ ക്ഷണിച്ചുകൊണ്ട് വന്ന ശിഷ്യന്മാരൊക്കെ ഈ ബോധാനന്ദഗിരി സ്വാമികളായി മാറിയിട്ട് തിരിച്ചു വരുന്ന ഈശ്വരാനന്ദ മണ്ഡലേശ്വരി സ്വാമികളിൽ നിന്ന് അവിടുന്ന് ബോധാനന്ദഗിരി സ്വാമികളായിട്ടോ ഈ ബോധാനന്ദഗിരി സ്വാമികളെ വന്ന് കണ്ടിട്ട് ഇവർ പറഞ്ഞു, ഇങ്ങനെ പ്രസംഗം നടത്തരുത്, ഞങ്ങൾ ഒരു വിധത്തിലാണ് ഇവിടെ ആളുകളെ വിളിച്ചുകൂട്ടി ഒരു പ്രതിഷ്ഠ നടത്തുവാൻ വേണ്ടി മഹാഗുരുവിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഗുരുവിനെ വന്ന് കണ്ടിട്ടൊന്ന് പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രസംഗമൊക്കെ നടത്തിക്കോളൂ, ഞങ്ങളുടെ ഗുരുവിനെ ഒന്ന് വന്ന് കാണുവാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഈ ബോധാനന്ദഗിരി സ്വാമികൾ ഗുരുവിനെ കാണുവാൻ ചെല്ലുന്നു. മഹാഗുരുവിന്റെ അടുക്കലോട്ട് ചെല്ലും തോറും എന്നിൽ നിന്നും എന്തോ അലിഞ്ഞു പോയതുപോലെ തോന്നുന്നെന്നാ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ ചെന്ന് നമസ്കരിച്ചു. വീണ്ടും എഴുന്നേറ്റ് നിന്ന് വീണ്ടും നമസ്കരിച്ചു. അപ്പോൾ ഈ ബോധാനന്ദ സ്വാമികളുടെ കൂടെയുള്ള ധർമ്മപട സംഘത്തിലെ ശിഷ്യന്മാരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത് ഞങ്ങളുടെ ഗുരുവിന് ഇത് എന്ത് പറ്റി? ഗുരുവിനെതിരെ വിഗ്രഹ പ്രതിഷ്ഠയ്ക്കെതിരെ സംസാരിക്കാൻ വന്ന ഈ ഞങ്ങളുടെ ഗുരുവിന് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ എതിർപ്പറിയാതെ സർവ്വതിന്മകളെയും എതിർത്തു തോൽപ്പിക്കുന്ന മഹാഗുരുവിലോട്ട് അലിഞ്ഞു ചേരുകയായിരുന്നു ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ. ആ ബോധാനന്ദ സ്വാമികൾ ഗുരുവിന്റെ കൽപ്പന പ്രകാരവും അല്ലാതെയും പിന്നീട് എത്ര പ്രതിഷ്ഠകൾ നടത്തിയെന്ന് നമുക്കറിയാം. അതായത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ മഹാഗുരു കർമ്മകാണ്ഡത്തിൽ ലയിച്ചിരുന്നപ്പോൾ തന്നെ ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി. അങ്ങനെ ഗുരുവിനോടൊപ്പം ചേർന്ന് നിന്ന് ധാരാളം പ്രതിഷ്ഠകൾ നടത്തുകയും ഗുരുവിന്റെ കൽപ്പന പ്രകാരവും അല്ലാതെ അങ്ങനെ ആ മഹാഗുരുവിന്റെ കൽപ്പന പ്രകാരം കളവങ്കോട്ട് ശിവപെരുമാനെ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഗുരു പറയുന്നുണ്ട് ഒരു ഈശ്വര പ്രാർത്ഥന എഴുതുവാൻ. അങ്ങനെ നമ്മൾക്കൊക്കെ അറിയാം, നമ്മളുടെ ശിവഗിരി മഠത്തിന്റെ ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ധ്യാനത്തിലൊക്കെ ചൊല്ലുന്ന ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ എന്ന പ്രാർത്ഥന, ഈ പ്രാർത്ഥനയൊക്കെ എഴുതിയത് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളാണ്. നമ്മളൊക്കെ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴത്തേക്ക് ഓർക്കേണ്ട ഒരു മഹത് വര്യൻ തന്നെയാണ്, സന്യാസി വര്യനാണ് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ. അതുപോലെ അദ്ദേഹം കത്തുകളൊക്കെ എഴുതിയിരുന്നതും കവിതയിലൂടെയാണ്. അതുപോലെ നമുക്ക് കൊച്ചിൻ നാഷണലൈസ് ബാങ്ക്, അതായത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാൻ വേണ്ടി സാഹചര്യം മഹാഗുരുവിന്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ഒരു ബാങ്ക് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കി തരികയുണ്ടായി. അതുപോലെ താണിശ്ശേരി ലഹള 10 ദിവസത്തെ പുല ആചരിച്ച് 11-ാം ദിവസം പുല വീഴണമെന്ന ആ വലിയൊരു ദർശനം നമ്മൾക്ക് ഇവിടെ അതായത് നമ്മളുടെ ഈ അധസ്ഥിതരായ വിവാഹക്കാർക്ക് ഒരു ഏറ്റവും, അതായത് പുല ആചരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ വിഭാഗമായിട്ട് തിരിച്ചിരിക്കുക. പുലയർക്ക് 32 ദിവസം, ഈഴവർക്ക് 16 ദിവസം, ബ്രാഹ്മണർക്ക് 10 ദിവസം. ഇതെന്തിനു വേണ്ടിയാണ് എന്ന ഗുരു ചോദിക്കുന്നത്. കാരണം ഗുരു എന്താ നമുക്ക് പറഞ്ഞു തന്നത്? മനുഷ്യാണാം മനുഷ്യത്വം ജാതൃഗോത്തം ഗവാമെതാൻ ആ ബ്രാഹ്മണാതിര ശൈവം ഹാതത്വം വേത്തി കോപിനഹ, അല്ലെ? മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെങ്കിൽ എന്തിനാണ് വേർതിരിവ്? എല്ലാ മനുഷ്യരും ഒരു ഈശ്വരന്റെ സൃഷ്ടിയല്ലേ, പിന്നെ അവിടെ വേർതിരിവിന്റെ ആവശ്യമില്ല. അപ്പൊ എല്ലാവർക്കും ഒരേ പുല ആചരിച്ചാൽ മതി എന്ന് പറഞ്ഞ്. പക്ഷേ ബോധാനന്ദ സ്വാമികൾ തന്റെ ബന്ധു വീട്ടിൽ അങ്ങനെ ഒരു പുല ആചരിക്കുവാൻ വന്നപ്പോൾ അദ്ദേഹത്തെ വലിയ മന്ത്രി, തിരുവിതാംകൂറിലേക്ക് വലിയ മന്ത്രിമാരൊക്കെ വന്ന് എതിർത്തു. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തേ? കിണറിന് ചുറ്റുമുള്ള കല്ലുകൾ വരെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെ എതിർത്തത്. താണിശ്ശേരി ലഹള എന്നറിയപ്പെടുന്ന 10 ദിവസത്തെ പുലയെ ആചരിച്ച് 11-ാം ദിവസം പുല വീഴണമെന്ന് തന്റെ ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ നടത്തിയാൽ മതിയെന്ന് വലിയ കർക്കശമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ലഹള നടത്തിയതും ബോധാനന്ദ സ്വാമികളാണ്.